ഇന്നെന്റെ ചേച്ചിയുടെ അളിയന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. ആദ്യം തന്നെ പറയാണ് പനിയായിട്ട് എന്റെ സൗണ്ട് ഒക്കെ മാറിയിരിക്കുകയാണ്. ഇതെന്റെ അനിയനാണ്, അവനും പനിയാണ്. വീട്ടിൽ വന്ന് കയറി ഉടനെ തന്നെ വല്യമ്മയും അമ്മയും മാമിയും കൂടെ വലിയ ചർച്ചയിലാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അളിയനും ചേച്ചി എത്തി. എനിക്ക് പനിയായത് കൊണ്ട് അമ്മ സ്നേഹത്തോടെ കട്ടൻ ചായ ഒക്കെ ഇട്ടുകൊണ്ട് തന്നു. വന്ന ഉടനെ തന്നെ ചേച്ചി സ്നേഹപ്രകടനം എന്നും പറഞ്ഞ് ചേട്ടൻ ഇട്ട് കൊല്ലുകയാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ചേട്ടന്റെ അടുത്ത് നിന്ന് നേരെ വന്ന അളിയന്റെ നെഞ്ചത്തായി. അളിയനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഓരോരുത്തരായിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇത് അവരുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. ഇനി അതിന്റെ കേക്ക് മുറിക്കൽ ചടങ്ങിലോട്ട് കടക്കാം. അങ്ങനെ കേക്ക് മുറിക്കൽ ചടങ്ങ് കഴിഞ്ഞു. ഇതാണ് എൻഗേജ്മെന്റ് സമയത്തുള്ള അളിയന്റെ ലുക്ക്. ഫുഡ് കഴിക്കാൻ വന്നപ്പോ ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. കണ്ടിട്ട് കല്യാണ വീട്ടിലെ ബൊഫെ പോലെ ഉണ്ട്. മോൾക്കും മരുമോനും വേണ്ടി വല്യമ്മയും വല്യച്ഛനും കൂടെയാണ് ഇത്രയും സെറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ അച്ചു ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ശ്യാം ചേട്ടനും വന്നു. ഒരാളിതാ ഇവിടെ ഒളിച്ചു നിന്ന് കേക്ക് കഴിക്കുന്നു. പാവം അമ്മ കൊതി കൊണ്ട് കഴിക്കണായിരിക്കും. കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡും കഴിച്ചു. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അമ്മമാരും വല്യച്ഛനും കൂടെ ഇരുന്ന് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരുമിച്ചിരുന്ന ഒരു ഫോട്ടോ എടുത്തു. എല്ലാം കഴിഞ്ഞ് ഇതാ ചേച്ചിക്കും അളിയനും കൂടെ ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതോടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പൊ ഓക്കെ, ബൈ.